ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം ആണ് ക്ഷമ. ക്ഷമ നമുക്ക് ജീവിതത്തിൽ കൂടിയേ തരുമെന്നാണ്. കാരണം ജീവിതത്തിൽ ക്ഷമ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളെന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ല. ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നല്ല ക്ഷമയുണ്ടായിരിക്കണം. നല്ല ക്ഷമയുള്ളവരായിട്ട് മാറണം നമ്മൾ. കേട്ടോ, ഏതു കാര്യത്തെയും നമ്മൾ ക്ഷമയോടെ സമീപിക്കുക. കേട്ടോ, ക്ഷമയോടെ സമീപിക്കുക. ഏത് കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മളിലെ കോപത്തെ നിയന്ത്രിക്കുക. കോപത്തെ നമ്മൾ ഒഴിവാക്കുക. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, രാമായണത്തിൽ പറയുന്നുണ്ട്. രാമായണത്തിൽ അതായത് കോപാകുലനായി വരുന്ന ലക്ഷ്മണൻ, കാരണം ആ ലക്ഷ്മണനെ ശാന്തരാക്കുവാനായിട്ട് ശ്രീരാമൻ കോപം വരുത്തി വെക്കുന്ന വിരകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ക്ഷമ ഉണ്ടായിരിക്കണം. നല്ല ക്ഷമയുള്ളവരായി തീരണം നമ്മൾ. കേട്ടോ, എന്ത് കേട്ടാലും പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഏത് കാര്യവും വളരെ ആലോചിച്ച് പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. കേട്ടോ, ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും, നമുക്ക് എന്തൊക്കെ തന്നെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എന്നൊരു ഗുണമില്ലെങ്കിൽ, ഒരു ക്വാളിറ്റി ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താവും? ഫെയിലായി പോകും, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് അതിന് ഇടവരുത്തരുത്. കേട്ടോ, നന്മ ചിന്തകളിലൂടെ മുന്നോട്ട് പോവുക. ഇതിൽ ഏത് ക്ഷമയോടെ പ്രവർത്തിക്കുക. കേട്ടോ, അതുപോലെ തന്നെ നല്ല ചിന്തകളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദ്രോഹ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. കേട്ടോ, ഒരു ജീവിയോടുമുള്ള ദ്രോഹ ചിന്തകൾ നമ്മളുടെ മനസ്സിലില്ലെങ്കിൽ നമ്മളെന്താണ്? നന്മയുള്ളവരാണ്.